ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാത്രി ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് സുധീഷ്. ഫോൺ അറ്റൻഡ് ചെയ്ത ഹരീഷ് പറയുന്നു, എന്താ സുധീഷ് ഏട്ടാ ഫോണൊക്കെ വിളിച്ചിരിക്കുന്നത്? എന്നെ അങ്ങനെ ഫോണിൽ വിളിക്കാറൊന്നുമില്ലല്ലോ. അപ്പൊ സുധീഷ് പറയുകയാണ്, എടാ ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആകും. സുഭാഷ് ഏട്ടന്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു, അതാ ഞാൻ നിന്നെ വിളിച്ചത്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, അങ്ങനെ പറ. ശരി, എന്തു പറ്റി, ജോലിയുണ്ടോ? അപ്പൊ സുധീഷ് പറയുന്നു, അതേടാ ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, ഇപ്പം പിക്കപ്പ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങനെയായാലും വരാൻ കുറച്ച് ലേറ്റ് ആകും. വാതിൽ കുറ്റിയിടണ്ട, ഞാൻ വരും. വാതിൽ കുറ്റിയെങ്ങാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്ത് നിന്ന് ബഹളം വെച്ച് നിങ്ങളെ ആരെ ഉറക്കില്ല ഞാൻ. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ഏട്ടാ നമ്മുടെ വീടിന്റെ കഥകിന് എന്നാ കുറ്റിയിട്ടിട്ടുള്ളത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ആർക്കറിയാടാ, ഞാൻ വരുന്ന സമയം നോക്കി ഉത്തരവാദിത്തത്തോടു കൂടി നിങ്ങൾ ലോക്ക് ചെയ്തെങ്കിലോ? അതുകൊണ്ടാ നേരത്തെ തന്നെ പറയുന്നത്. ശരി സുധീഷ് ഏട്ടാ, കുറ്റിയിടില്ല എന്ന് പറഞ്ഞ ഹരീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സുഭാഷും നികേഷും നിധിയും സന്തോഷത്തോടു കൂടി സംസാരിച്ച ഹോളിൽ ഇരിക്കുകയാണ്. സുഭാഷ് പറയുന്നു, സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. രാത്രിയിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമല്ലോ. ഇത് കേട്ട് നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ രാത്രിയിൽ ഇന്ന് ദോശയല്ലേ? ഞാൻ ഉണ്ടാക്കാൻ ദോശ, കറി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, രാവിലെ വെച്ച് സാമ്പാർ ഒരുപാട് ബാക്കിയുണ്ട്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റി മോളെ, നിങ്ങൾ ആരും നന്നായി ഭക്ഷണം കഴിച്ചില്ലേ? ഇത് കേട്ട് നിധി പറയുകയാണ്, അയ്യോ അങ്ങനെയല്ല സുഭാഷ് ഏട്ടാ, ഞങ്ങൾ എല്ലാവരും നന്നായി ഭക്ഷണം കഴിച്ചു. സുഭാഷ് ഏട്ടന് ഒരുപാട് സാമ്പാർ ഉണ്ടാക്കിയിരുന്നു. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ശരി അത് സാരമില്ല മോളെ, സാമ്പാർ നമുക്ക് എടുക്കാം, ഞാൻ കുറച്ച് ചമ്മന്തി കൂടി ഉണ്ടാക്കാം. നികേഷിന് ചമ്മന്തി വലിയ ഇഷ്ടമാണ്. അപ്പൊ നിധി പറയുകയാണ്, അതൊന്നും വേണ്ട സുഭാഷ് ഏട്ടാ, അവന്റെ പനി മാറി വരുന്നതല്ലേ ഉള്ളൂ, സാമ്പാർ മതി അല്ലേടാ നികേഷ്? ഏത് കേട്ട് നികേഷ് ഹരീഷിനെ നോക്കുമ്പോൾ നിധി ചോദിക്കാണ്, സാമ്പാർ പോരെ നിനക്ക്? പുഞ്ചിരിച്ച് മതിന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കാണ്, ഹരീഷ് നിനക്ക് സാമ്പാർ മതിയോ? എനിക്കും അത് മതിയെന്ന് ഹരീഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ പോയി ദോശ ഉണ്ടാക്കാം. ഇത് കേട്ട് നികേഷ് പറയുന്നു, എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കിയൊരു സുഭാഷ് ഏട്ടാ, നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. സുഭാഷ് അടുക്കളയിലേക്ക് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാം. അപ്പൊ സുഭാഷ് പറയുന്നു, വേണ്ട മോളെ, ദോശ ഉണ്ടാക്കിയാൽ മതിയല്ലോ, അത് ഞാൻ ഉണ്ടാക്കിക്കോളാം. ശരി സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് നിധി ഫോണിലേക്ക് ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ്. നികേഷും ഹരീഷും നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. ടെൻഷനോടുകൂടി പുറത്തേക്ക് ഒന്ന് നോക്കിയിട്ട് നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ. എല്ലാവരും അമ്പരുന്ന നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, അല്ല സാധാരണ വരുന്ന സമയം കഴിഞ്ഞല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. അപ്പോൾ ഹരീഷ് പറയുകയാണ്, എന്നെ ഫോൺ വിളിച്ചാൽ വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. ലേറ്റ് ആയാലും വരും. ഇത് കേട്ട് സമാധാനത്തോടു കൂടി നിധി പറയുകയാണ്, ഓക്കെ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധി ചോദിക്കണം, അപ്പം രാത്രിയിലത്തേക്കുള്ള സുധീഷിന്റെ ഭക്ഷണം? നികേഷ് പറയുന്നു, ഏട്ടത്തി സുധീഷ് ഏട്ടൻ വിശപ്പ് സഹിച്ചൊന്നും ഇരിക്കില്ല, പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരൂ. ശരി എന്ന് പറഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നിധി പുറത്തേക്ക് നോക്കുന്നുണ്ട്. സുഭാഷും ഹരീഷും നികേഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുകയാണ്. സുഭാഷും ഹരീഷും നികേഷും സന്തോഷത്തോടു കൂടി സംസാരിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നിധി വിഷമത്തോടുകൂടി സുധീഷിനെ കുറിച്ച് ആലോചിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നിധി വാതിലിന്റെ അരികിൽ നിന്ന് സുധീഷ് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഇത് കണ്ട് അരികിലേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എന്തു പറ്റി മോളെ? അപ്പൊ നിധി പറയുകയാണ്, സുധീഷ് വന്നൊന്ന് നോക്കിയതാണ് സുഭാഷ് ഏട്ടാ. അപ്പൊ സുഭാഷ് പറയുകയാണ്, അവൻ വരാൻ ലേറ്റ് ആകുമെന്ന് ഹരീഷ് പറഞ്ഞില്ലേ മോളെ? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയെന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, രാത്രി വണ്ടി ഓടിക്കേണ്ട ജോലി വന്നതുകൊണ്ടല്ലേ മോളെ, വരാൻ ലേറ്റ് ആകുമെന്ന് ഫോൺ വിളിച്ച് പറയുകയും ചെയ്തു. മോള് പോയി കിടക്ക്, അവൻ ഇങ്ങ് വരും. ഇത് കേട്ട് നിധി പറയുന്നു, ശരി സുഭാഷ് ഏട്ടാ, ഞാൻ സുധീഷിനെ ഒന്ന് ഫോൺ വിളിച്ചിട്ട് വരാം. ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ നിധി ടെൻഷനോടുകൂടി ആലോചിച്ച് പുറത്തേക്ക് പോവുകയാണ്. സുഭാഷും നികേഷും ഹരീഷും നിധിയെ ശ്രദ്ധിക്കുകയാണ്. സന്തോഷത്തോടുകൂടി നികേഷ് പറയുന്നു, കണ്ടില്ലേ സുഭാഷ് ഏട്ടാ, ഏട്ടത്തിക്ക് ഏട്ടനോടുള്ള സ്നേഹം? അപ്പോൾ സുഭാഷ് പറയുകയാണ്, അതേടാ ഞാനും ശ്രദ്ധിച്ചു, നല്ല കാര്യമാ, എല്ലാം ശരിയായ മതിയായിരുന്നു. തുടർന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നിധി. കോള് കണ്ട് സന്തോഷത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇതെന്താ നിധി എന്നെ വിളിക്കുന്നത്, അതും ഈ നേരത്ത്? അങ്ങനെ സുധീഷ് കസ്റ്റമറിനോട് ചോദിക്കുന്നു, സർ മിസ്സസ് ഫോൺ വിളിക്കുന്നുണ്ട്, ഈ കോൾ ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഇത് കേട്ട് കസ്റ്റമർ പറയുന്നു, സംസാരിച്ചോ ബ്രദർ, വണ്ടി ഇവിടെ സൈഡിലേക്ക് ഒതുക്കി നിർത്തട്ടെ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ കസ്റ്റമർ പറയുകയാണ്, അതിനെന്താ, വണ്ടി നിർത്തി സംസാരിക്കും. ഇത് കേട്ട് വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് ഹലോ എന്ന് പറയുമ്പോൾ നിധി ചോദിക്കണ്ട, സുധീഷ് ഇപ്പൊ എവിടെയാ? വണ്ടി ഓടിക്കുകയാണ് നിധി എന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കുന്നു, ഈ സമയത്തോ? അപ്പൊ സുധീഷ് പറയുന്നു, ഏത് സമയം ആയാൽ എന്താ നിധി, ഓട്ടം വന്നാൽ പോയല്ലേ പറ്റൂ. രാത്രിയില്ല ഓട്ടം വന്നത്, കസ്റ്റമറെ പിക്ക് ചെയ്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക, ഒരുപാട് ലേറ്റ് ആകുമെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അറിയില്ല, കുറച്ച് ലേറ്റ് ആകാൻ സാധ്യതയുണ്ട്. എന്താ നിധി, എന്തെങ്കിലും മേടിക്കണോ? അപ്പൊ നിധി പറയുകയാണ്, വേണ്ട എനിക്കൊന്നും വേണ്ട, ഇതുവരെ സുധീഷിനെ കാണാത്തത് കൊണ്ട് എപ്പോ വരുമെന്ന് അറിയാൻ വേണ്ടിയാ വിളിച്ചത്. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, നിധി തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ഇത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഈ സ്നേഹമൊക്കെ പുതിയതായി വന്നതാണല്ലോ. നിധി ഹലോ എന്ന് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ഞാൻ വരാം, കുറച്ച് ലേറ്റ് ആയാലും ഞാൻ വരും. ഓക്കെ ഓക്കെ, ഞാൻ ഫോൺ വെക്കുവാണെന്ന് പറഞ്ഞ നിധി ഫോൺ കട്ട് ചെയ്യുമ്പോൾ
സന്തോഷത്തോടുകൂടി സുധീഷ് മനസ്സിൽ പറയുകയാണ്, എന്താ സ്നേഹം. കസ്റ്റമർ സുധീഷിനെ ശ്രദ്ധിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, വൈഫായിരുന്നു സർ. എന്നും രാത്രി 7 മണിയാകുമ്പോഴേക്കും വീട്ടിലെത്തും. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നാ രാത്രി വണ്ടി ഓടിക്കുന്നത്. അതാ ഫോണിൽ വിളിച്ച് എപ്പോഴാ വരുന്നെന്നൊക്കെ ചോദിക്കുന്നത്. ഇത് കേട്ട് ആ കസ്റ്റമർ പറയുകയാണ്, സാരമില്ല ബ്രദർ, നിങ്ങൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടല്ലോ. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ഞങ്ങളുടേത് ലവ് മാരേജ് ആയിരുന്നു. കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് വീട് വിട്ട് ഇറങ്ങി വന്നതാ. അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഞങ്ങളുടെ ലവ്. ഇത് കേട്ട് പുഞ്ചിരിച്ച ആ കസ്റ്റമർ പറയുന്നു, സൂപ്പർ ബ്രദർ, കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷത്തോടു കൂടി സുധീഷ് പറയുകയാണ്, താങ്ക് യു സർ, വണ്ടി എടുക്കട്ടെ. ഇത് കേട്ട് കസ്റ്റമർ പറയുന്നു, ഓ പോകാം. തുടർന്ന് അടുക്കള വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് സുഭാഷ് ഹാളിലേക്ക് വരുമ്പോൾ ഹരീഷും നികേഷും ഫോണിൽ നോക്കി ഇരിക്കുകയാണ്. നിധി അകത്തേക്ക് കയറി വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, മോളെ നിധി, നീ ഇതുവരെ ഉറങ്ങാൻ കിടന്നില്ലേ? ഞാൻ ഉറങ്ങാൻ പോവുകയാണ് സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, ഞാൻ സുധീഷിനുള്ള ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അവൻ ഒരു പക്ഷേ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കും. മോള് പോയി കിടന്നോ. നികേഷേ, നിങ്ങൾ രണ്ടുപേരും ഇതുവരെ ഉറങ്ങാൻ കിടന്നില്ലേ? എപ്പോ നോക്കിയാലും ഫോണും തോണ്ടിക്കൊണ്ടിരിക്കുക. ഫോൺ അവിടെ വെച്ചിട്ട് കിടക്കാൻ നോക്കടാ, സമയം ഒരുപാടായി. അങ്ങനെ സുഭാഷ് കഥ അടയ്ക്കാനായി തുടങ്ങുമ്പോൾ നിധി ചോദിക്കാണ്, സുഭാഷ് ഏട്ടാ, കഥ പൂട്ടാൻ പോവുകയാണോ? അവൾ സുഭാഷ് പറയുകയാണ്, പൂട്ടുന്നൊന്നുമില്ല മോളെ, സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ, വെറുതെ അടയ്ക്കുന്നതേ ഉള്ളൂ. നിധി ചോദിക്കുന്നു, സുധീഷ് വരുന്നത് വരെ കഥക് പൂട്ടാതിരിക്കുന്നത് ശരിയാകുമോ? അപ്പൊ ഹരീഷ് ചോദിക്കാണ്, ഏട്ടത്തി, മോഷ്ടിച്ചോണ്ട് പോകാൻ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത്? പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, മോളെ, നമ്മുടെ വീട്ടിൽ ആര് ലേറ്റ് ആയിട്ട് വന്നാലും കഥക് പൂട്ടില്ല, വെറുതെ അടയ്ക്കത്തേ ഉള്ളൂ. അവര് വന്നിട്ട് പൂട്ടിക്കോളൂ. അപ്പൊ നികേഷ് പറയുകയാണ്, ഫോൺ തോണ്ടി തോണ്ടി ടയേർഡായി സുഭാഷ് ഏട്ടാ, കിടക്കട്ടെ ഞാൻ. അപ്പൊ സുഭാഷ് പറയുകയാണ്, കിടക്കടാ, ഞാനും അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കഥ അടച്ചിട്ട് വരാം. എന്നിട്ട് നികേഷ് പറയുന്നു, ഗുഡ് നൈറ്റ് ഏട്ടത്തി, ഗുഡ് നൈറ്റ്, നിങ്ങൾ ഉറങ്ങിക്കോന്ന് പറഞ്ഞ നിധി പുറത്തേക്ക് നോക്കിക്കൊണ്ട് പതിയെ റൂമിലേക്ക് പോവുകയാണ്. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കാണ്, മോളെ, നീ ഇതുവരെ ഉറങ്ങാൻ പോയില്ലേ? അപ്പോൾ നിധി പറയുകയാണ്, അതല്ല സുഭാഷ് ഏട്ടാ, സുധീഷ് ഇതുവരെ വന്നില്ലല്ലോ. അപ്പൊ സുഭാഷ് പറയുന്നു, അവൻ ലേറ്റ് ആകും വരാന്ന് പറഞ്ഞില്ലേ മോളെ, അവനിങ്ങ് വരും, മോള് പോയി ഉറങ്ങിക്കോ. നിങ്ങൾ ഉറങ്ങിക്കോ സുഭാഷ് ഏട്ടാ, ഞാൻ കുറച്ചു കഴിഞ്ഞ് ഉറങ്ങിക്കോളാന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോവുകയാണ്. പുഞ്ചിരിച്ച് നികേഷ് പറയുകയാണ്, ഏട്ടത്തിയുടെ ടെൻഷൻ കണ്ടില്ലേ? അപ്പൊ ഹരീഷ് പറയുകയാണ്, അതേടാ, ഞാനും അതാ ശ്രദ്ധിച്ചത്. നേരിൽ കാണുമ്പോൾ സുധീഷ് ഏട്ടനോട് ഏട്ടത്തി വഴക്ക് കൂടുമെങ്കിലും ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനോട് സ്നേഹമുണ്ട്. സുധീഷ് ഏട്ടൻ വരാൻ ലേറ്റ് ആയപ്പോൾ അന്വേഷിക്കുന്നു, ഫോൺ വിളിക്കുന്നു, ടെൻഷനായിട്ട് ഉറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നു. ഇത് കേട്ട് സുഭാഷ് പറയുകയാണ്, ആ കുട്ടി അങ്ങനെയാടാ, എല്ലാവരോടും ഭയങ്കര സ്നേഹമാ. നികേഷ് കോളേജിൽ നിന്നും വരാൻ കുറച്ച് ലേറ്റ് ആയാൽ മതി, ഇങ്ങനെയാ ടെൻഷനായിട്ട് ഇരിക്കുന്നത് കാണാം. അപ്പൊ ഹരീഷ് പറയുകയാണ്, നികേഷിനോടുള്ള സ്നേഹമൊക്കെ വേറെയാ സുഭാഷ് ഏട്ടാ, സുധീഷ് ഏട്ടൻ വരുന്നില്ല എന്ന് പറഞ്ഞ ടെൻഷൻ ആകുന്നതിന്റെ അർത്ഥം വേറെയാ. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇത് സുധീഷ് ഏട്ടൻ അറിഞ്ഞാൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, നിങ്ങൾ ഉറങ്ങാൻ നോക്കിക്കേ, സുധീഷ് വരുമ്പോൾ നിധി ഭക്ഷണം എടുത്തു കൊടുത്തോളും, ഉറങ്ങിക്കോ. രാത്രി ഒരുപാടായിട്ടും നിധി ഉറങ്ങാതെ സുധീഷ് വരുന്നതും കാത്ത് റൂമിലിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നുണ്ട്. തുടർന്ന് സുധീഷ് കാറിൽ കിളിക്കൂട്ടിലേക്ക് വരുമ്പോൾ ശബ്ദം കേട്ട് സന്തോഷത്തോടു കൂടി റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുകയാണ് നിധി. നല്ല ഉറക്കത്തിൽ കിടക്കുന്ന സുഭാഷും നികേഷും ഇതറിയുന്നില്ല. ഉറക്കം ഉണർന്ന ഹരീഷ് നിധിയെ ശ്രദ്ധിക്കുകയാണ്. നിധി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, നിധി ഇതുവരെ ഉറങ്ങിയില്ലേ? അപ്പോൾ നിധി പറയുകയാണ്, ഉറങ്ങിയില്ല, മറ്റെല്ലാവരും ഉറങ്ങി, കഥക് തുറക്കാൻ ആരെങ്കിലും വേണ്ടേ, അതാ ഞാൻ ഉറങ്ങാതെ ഇരുന്നത്. സുധീഷ് ചോദിക്കുന്നു, അതിന് നിധി എന്തിനാ ഉറങ്ങാതെ ഇരുന്നത്? ഞാൻ ഹരീഷിനോട് ഫോണിൽ കഥകിന്റെ കുറ്റിയിടണ്ട, ഞാൻ വരാൻ ലേറ്റ് ആകുമെന്നൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ, ഞാൻ വന്ന് കഥക് തുറന്ന് അകത്ത് കയറിയനല്ലോ നിധി, നിധിക്ക് ഉറങ്ങാമായിരുന്നു. അപ്പോൾ നിധി പറയുകയാണ്, അത് സാരമില്ല, എന്തു പറ്റി വരാൻ ഇത്രയും ലേറ്റ് ആയത്? അപ്പൊ സുധീഷ് പറയുകയാണ്, അത് ഒരു ഓട്ടം വന്നായിരുന്നു, കസ്റ്റമറിനെ പിക്കപ്പ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യണമായിരുന്നു, അതാ കുറച്ച് ലേറ്റ് ആയത്. ടെൻഷനോട് കൂടി എന്ന് ആലോചിച്ച് നിധി ചോദിക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, എന്ത് പ്രശ്നം നിധി? അപ്പൊ നിധി പറയണ, ഞാൻ ചുമ്മാ ചോദിച്ചതാ. സുധീഷ് ഫ്രഷ് ആയിട്ട് ഭക്ഷണം കഴിക്ക്, ഞാൻ പോയി ഉറങ്ങട്ടെ. ശരിയെന്ന് സുധീഷ് പറയുമ്പോൾ നിധി റൂമിലേക്ക് പോവുകയാണ്. ഹരീഷ് ഉറക്കം നടിച്ചു കിടക്കുന്നു. നിധി റൂമിൽ കയറി വാതിലടയ്ക്കുമ്പോൾ ഹരീഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് പറയുകയാണ്, ലോക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ലോക്ക് ചെയ്തു. അങ്ങനെ സുധീഷ് അടുക്കളയിലേക്ക് പോവുകയാണ്. പുറത്തേക്കിറങ്ങി സുധീഷ് കൈയും മുഖമൊക്കെ കഴുകുമ്പോൾ പതിയെ പിന്നിലേക്ക് വന്ന ഹരീഷ് സുധീഷിന്റെ പുറത്തിട്ട് ഒരടി കൊടുക്കുകയാണ്. എന്റെ അമ്മയെന്ന് വിളിച്ച് ദേഷ്യത്തോടു കൂടി ഹരീഷിനെ അടിക്കാനായി കൈ ഉയർത്തുകയാണ് സുധീഷ്. അടിക്കലേന്ന് പറഞ്ഞ ഹരീഷ് പിന്നോട്ടേക്ക് മാറുമ്പോൾ സുധീഷ് പറയുകയാണ്, വേദനിക്കുന്നുണ്ടോ, എന്തിനാണ് നീ എന്നെ അടിച്ചത്? സംശയത്തോടു കൂടി ഹരീഷ് ചോദിക്കുന്നു, സുധീഷിന് ജോലി ഉണ്ടായിരുന്നത് കൊണ്ടാണോ ലേറ്റ് ആയിട്ട് വന്നത്, അതോ വെയിറ്റ് ചെയ്യിപ്പിക്കാനായിരുന്നോ? ഇത് കേട്ട് സുധീഷ് ചോദിക്കുകയാണ്, ആരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ? നിങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണോ? ഞാൻ ലേറ്റ് ആയിട്ട് വരുമെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഞങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്, ഏട്ടത്തിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇത് കേട്ട് സുധീഷ് സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതെ സുധീഷ് ഏട്ടാ, ഇത്രയും നേരവും സുധീഷ് ഏട്ടൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. ഏട്ടത്തിക്ക് സുധീഷ് ഏട്ടനോട് പ്രണയം തുടങ്ങിയെന്ന് തോന്നുന്നു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, ആ പ്രണയം അതൊന്നും ഇല്ലടാ, ഒന്ന് പോടാ. ഞാൻ പറയുന്നത് സത്യമാണെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, അങ്ങനെയൊന്നും ഇല്ലടാ,
നീ പോയി കിടന്നുറങ്ങ്, ചുമ്മാ ഓരോന്നും പറഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞ് സുധീഷ് അടുക്കളയിലേക്ക് പോയി ഭക്ഷണം എടുത്ത് കഴിക്കാനായി തുടങ്ങുകയാണ്. എന്താ സുധീഷ് ചേട്ടൻ പറഞ്ഞിട്ട് വിശ്വസിക്കാത്തെന്ന് പറഞ്ഞ് ഹരീഷും സുധീഷിന്റെ പിന്നാലെ പോവുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷിന്റെ അരികിലേക്ക് വന്ന ഹരീഷ് പറയുന്ന, ഉറങ്ങാതെ സുധീഷ് ചേട്ടൻ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു ഏട്ടത്തി. സുധീഷ് ചേട്ടനെ കണ്ടതിന് ശേഷം ഉറങ്ങാൻ വേണ്ടി പോയത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, അങ്ങനെയാണോ? കുറച്ചു നേരം മുമ്പേ എന്നെ വിളിച്ച് എവിടാണെന്നൊക്കെ ചോദിച്ചു. ശരിക്കും എന്നെ കുറിച്ച് ആലോചിച്ച് കാത്തിരിക്കുകയായിരുന്നു നിധി. അപ്പൊ ഹരീഷ് പറയുകയാണ്, അതെ സുധീഷ് ചേട്ടാ, എനിക്ക് അങ്ങനെയാ തോന്നിയത്. സുധീഷ് ചേട്ടൻ വരുന്നുണ്ടോന്ന് നോക്കി പുറത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. സുധീഷ് ചേട്ടനോട് ഏട്ടത്തിക്ക് പ്രണയം തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇത് കേട്ട് പുഞ്ചിരിച്ചൊന്ന് ആലോചിച്ച് സുധീഷ് പറയുകയാണ്, എടാ നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട, നീ പോയി കിടന്നുറങ്ങി. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഞാൻ എന്തിനാ സുധീഷ് ചേട്ടനെ പറ്റിക്കുന്നത്? ഞാൻ കണ്ട കാര്യമാ പറഞ്ഞത്. ഏട്ടത്തി സുധീഷ് ചേട്ടനെ അന്വേഷിക്കുന്നതും കാത്തു നിൽക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ എനിക്കും സന്തോഷമായെന്ന് കൂട്ടിക്കോ. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, സത്യമാണോ? അപ്പൊ ഹരീഷ് പറയുകയാണ്, സത്യമാ സുധീഷ് ചേട്ടാ. സുധീഷ് ചേട്ടനോട് പ്രണയം ഇല്ലാതെയാണോ സുധീഷ് ചേട്ടന് വേണ്ടി ഏട്ടത്തി ഇങ്ങനെ കാത്തിരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാനും കുറച്ചു നാളായി നിധിയെ ശ്രദ്ധിക്കുന്നുണ്ട്. നിധിയുടെ അച്ഛൻ എന്നെ കുറെ ടോർച്ചർ ചെയ്തതുകൊണ്ട് നിധിക്ക് എന്നോട് കുറച്ച് സഹതാപം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇത് കേട്ട് ഹരീഷ് പറയുകയാണ്, സഹതാപമാണോ അതോ പ്രണയമാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, സഹതാപമാണെങ്കിൽ പ്രണയമാക്കി മാറ്റാം, പ്രണയമാണെങ്കിൽ ഡബിൾ സന്തോഷമല്ലേ. ഇന്നലെ ആ ഗോൾഡ് കോയിൻ മോഷ്ടിച്ചോണ്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടും നിധി എന്നോട് ദേഷ്യപ്പെട്ടില്ല. നീ അത് ശ്രദ്ധിച്ചായിരുന്നോ? ഇത് കേട്ട് ഒന്ന് ആലോചിച്ച് ഹരീഷ് പറയുകയാണ്, കറക്റ്റാ സുധീഷ് ചേട്ടാ. സുധീഷ് ചേട്ടൻ ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തോണ്ട് പോയാൽ സുധീഷ് ചേട്ടൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കാൻ കുറച്ച് സാധ്യതയുണ്ട്. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, നീയൊക്കെ എന്റെ പ്രണയത്തിന് ഐഡിയ പറഞ്ഞു തരാറായി, കാലം പോയ പോക്കേ. ഈ സമയം ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് നീതു. ആരാടെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ആ നീതുവാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, അതിന് നിന്റെ മുഖം എന്തിനാ വാടുന്നത്? എപ്പോഴും ചിരിച്ചോണ്ടാണല്ലോ അവളുടെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ഹരീഷ് പറയുകയാണ്, സുധീഷ് ചേട്ടാ വലിയ ശല്യം അവള്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഹരീഷ് സുധീഷിനോട് പറയുകയാണ്. സുധീഷിനെ അന്വേഷിച്ച് തക്കരയിലേക്ക് പോകാനായി തുടങ്ങിയപ്പോൾ നീതു ഫോണിൽ വിളിച്ചതും അവര് തമ്മിൽ വഴക്കു കൂടിയതും ഹരീഷ് ഫോൺ വലിച്ചെറിഞ്ഞതുമല്ല എല്ലാം കേട്ട് കണ്ണു തള്ളി ഹരീഷിനെ നോക്കുകയാണ് സുധീഷ്. പിന്നീട് നീതു കിളിക്കൂട്ടിലേക്ക് വന്നതും നിധി നീതുവിനോടും ഹരീഷിനോടും സംസാരിച്ചതുമെല്ലാം ഹരീഷ് പറയുകയാണ്. ഇത് കേട്ട് പുഞ്ചിരിച്ച് സുധീഷ് പറയുകയാണ്, ഹരീഷ് നിധിക്ക് എല്ലായിടത്തും റോൾ ഉണ്ടല്ലോ. അപ്പൊ ഹരീഷ് പറയുകയാണ്, ഏട്ടത്തി പറഞ്ഞതും കറക്റ്റാ, ഞാൻ എന്ത് ടെൻഷനിലാണെന്ന് അവളെങ്ങനെ അറിയാനാ? അപ്പൊ സുധീഷ് പറയുകയാണ്, നിന്നോട് നീതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതുപോലെ നിന്നെ സപ്പോർട്ട് ചെയ്ത് നീതുവിനോടും സംസാരിച്ചു കാണും നിധി. ഈ സമയം വീണ്ടും നീതു ഹരീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ആരാടാ? നീതു ആണോ? ഫോൺ എടുത്ത് സംസാരിക്ക്, സോറി പറയാനായിരിക്കും വിളിക്കുന്നത്, എടുക്കടാ. അപ്പൊ ഹരീഷ് പറയുകയാണ്, എടുത്താൽ ഉടനെ ദേഷ്യപ്പെടുമോന്ന് പേടിയാ. അപ്പൊ സുധീഷ് പറയുകയാണ്, നീ ഫോൺ എടുക്ക്, സോറി പറയാനായിരിക്കും അവള് വിളിക്കുന്നത്, എടുത്ത് സംസാരിക്ക്. ഇത് കേട്ട് ഹരീഷ് ഫോൺ അറ്റൻഡ് ചെയ്ത ഹലോ എന്ന് പറയുമ്പോൾ നീതു പറയുകയാണ്, ദേ നോക്ക്, നീ പറഞ്ഞാലല്ലേ നിനക്ക് എന്ത് പ്രശ്നമാണെന്ന് ഞാൻ അറിയൂ. നീ പറയാതെ അവിടെ എന്ത് പ്രശ്നമാണെന്ന് മനസ്സിലാക്കാൻ ഞാൻ എന്താ മന്ത്രവാദിയാണോ? അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും എന്നോട് പറയാതെയല്ലേ നീ ദേഷ്യപ്പെട്ടത്? ഒരു വാക്ക് സമാധാനത്തോടു കൂടി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് എന്തായിരുന്നു കുഴപ്പം? ഇത് കേട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സുധീഷ് ചുമയ്ക്കുകയാണ്. നീതു ചോദിക്കുന്നു, ആ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം ഒന്ന് ഫോൺ വിളിച്ചോ? നീ ദേഷ്യത്തിൽ സംസാരിച്ചതായിരിക്കും എന്ന് വിചാരിക്കുമ്പോൾ നീ നോർമൽ ആകുന്നതേ ഇല്ലല്ലോ. സുധീഷ് ചിരിച്ചുകൊണ്ട് ഹരീഷിനെ നോക്കുകയാണ്. അപ്പൊ നീതു പറയുകയാണ്, ആ സാഹചര്യത്തിൽ ദേഷ്യത്തിൽ സംസാരിച്ചു പോയതാ നീതു, ഇതാ നടന്നതെന്ന് സമാധാനത്തോടു കൂടി നിനക്കെന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നിനക്ക് അത്രയ്ക്ക് അഹങ്കാരവും ഈഗോയും ആണ്. ഇതെല്ലാം കേട്ട് ഒരു വാക്ക് പോലും തിരിച്ചു പറയാനാകാതെ ദേഷ്യത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുകയാണ് ഹരീഷ്. സുധീഷ് ചിരിച്ചുകൊണ്ട് ഹരീഷിനെ നോക്കുമ്പോൾ തലയിൽ കൈവച്ച് ഹരീഷ് പറയുകയാണ്, ഓ എനിക്ക് വയ്യ സുധീഷ് ഏട്ടാ, ഞാൻ പോയി ഉറങ്ങട്ടെ. കോള് വരികയാണെങ്കിൽ ദയവ് ചെയ്ത് എന്നെ വിളിക്കരുത്, ആദ്യം ഈ സാധനം സൈലന്റ് ആക്കട്ടെ. അങ്ങനെ ഫോൺ സൈലന്റ് ആക്കി ഹരീഷ് അകത്തേക്ക് പോകുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന സുധീഷ് ഓർക്കുകയാണ് ഹരീഷിന്റെ വാക്കുകൾ. സുധീഷ് ഏട്ടനോട് ഏട്ടത്തിക്ക് പ്രണയം തുടങ്ങി. ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ സുധീഷ് ഏട്ടൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി ആലോചിച്ച് ഭക്ഷണം കഴിക്കുകയാണ് സുധീഷ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്